നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് 10 എസെൻഷ്യൽ എക്സൽ ഷോർട്ട് കട്ടുകളാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ഡാറ്റ സെറ്റ് കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന 10 എക്സൽ ഷോർട്ട് കട്ടുകൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത് ഓട്ടോ ഫിൽറ്ററാണ്. ഓട്ടോ ഫിൽറ്റർ നമ്മുടെ കറണ്ട് ഡാറ്റ സെറ്റ് ഓട്ടോ ഫിൽറ്റർ ആഡ് ചെയ്യാനായിട്ട് പ്രസ് കൺട്രോൾ ഷിഫ്റ്റ് എൽ. കൺട്രോൾ ഷിഫ്റ്റ് നമ്മൾ ഡാറ്റ സെറ്റിനകത്ത് ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം പ്രസ് കൺട്രോൾ ഷിഫ്റ്റ് എൽ. കൺട്രോൾ ഷിഫ്റ്റ് എൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ടേബിൾ ഹെഡേഴ്സിന് എല്ലാ ഹെഡേഴ്സിലും ഓട്ടോ ഫിൽറ്ററുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ ഫിൽറ്റർ ആഡ് ചെയ്ത് ഫിൽറ്ററുകൾ അനുസരിച്ച് നമുക്ക് സാധാരണ ഫിൽറ്റർ ഓപ്ഷനുകളൊക്കെ ട്രൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിനകത്ത് LT1A താരിഫ് മാത്രമുള്ള ഉപഭോക്താക്കളെ മാത്രം ലിസ്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ഓൾ എന്നുള്ളത് ഡിസേബിൾ ചെയ്തിട്ട് LT1A മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഡാറ്റ സെറ്റ് ഓട്ടോമാറ്റിക്കലി ഫിൽറ്റർ ആയിട്ടുണ്ട്. അതിനകത്ത് LT1A ഉപഭോക്താക്കൾ മാത്രമായിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. തിരിച്ച് ഈ ഫിൽറ്റർ ക്യാൻസൽ ചെയ്യുന്നതിന് വീണ്ടും സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഉപഭോക്താക്കളും അതിനകത്ത് വരും. അതുപോലെ തന്നെ മറ്റൊരു ഫിൽറ്റർ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നത് വേണമെങ്കിൽ അരിയേഴ്സ്. എല്ലാ ഉപഭോക്താക്കൾക്ക് പകരം നമ്പർ ഫിൽറ്റേഴ്സ് കൊടുക്കാം. ഗ്രേറ്റർ ദാൻ 2000 രൂപയ്ക്ക് മുകളിലുള്ള ഉപഭോക്താക്കൾ മാത്രം ലിസ്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊരു ഫിൽറ്റർ ആഡ് ചെയ്യാം. ഇത് വളരെ പ്രയോജനപ്രദമായ ഒരു ഫിൽറ്ററാണ്. ഫിൽറ്റർ ക്യാൻസൽ ചെയ്യാനായിട്ട് ഫിൽറ്റർ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ കൊടുത്താൽ എല്ലാ ഡാറ്റയും അവിടെ വീണ്ടും ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഷിഫ്റ്റ് കൺട്രോൾ എൽ എന്ന് പറയുന്നത് ഒരു ടോഗിൾ ഷോർട്ട് കട്ടാണ്. ദാറ്റ് മീൻസ് ഒരിക്കൽ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്താൽ ഫിൽറ്റർ ആഡ് ചെയ്യും. ഒന്നും കൂടെ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്താൽ ടേക്ക് ഇറ്റ് അവേ. അത് അവിടുന്ന് പോകും. വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഷിഫ്റ്റ് കൺട്രോൾ എൽ പ്രസ് ചെയ്യാം. ഒന്നാമത്തെ ഷോർട്ട് കട്ടാണ് ഷിഫ്റ്റ് കൺട്രോൾ എൽ യൂസിങ് ഓട്ടോ ഫിൽറ്റർ. ഓക്കെ, രണ്ടാമത്തത് കൺവേർട്ട് ടു എ ടേബിൾ. ഇവിടെ നമ്മളൊരു ഡാറ്റ സെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡാറ്റ സെറ്റ് ഒരു റേഞ്ചാണ്. ഇതൊരു ലാർജ് ഡാറ്റ സെറ്റാണ്. ഏകദേശം 265 റോസ് ഇതിനകത്തുണ്ട്. ഈ ഡാറ്റ സെറ്റിനെ എനിക്കൊരു ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യാം. ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിലൊരു ഫോർമുല ഇൻസേർട്ട് ചെയ്യാം. ഒരു കോളത്തിൽ ഫോർമുല ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എല്ലാ കോളത്തിലേക്കും വന്നോളും. ടേബിൾ ഫോർമാറ്റ് ചെയ്യാം, ടോട്ടൽ റോസ് ആഡ് ചെയ്യാം, സമ്മറൈസ് ചെയ്യാം, പിവറ്റ് ടേബിൾ ഇടാം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡാറ്റ സെറ്റ് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഏതെങ്കിലും ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. പ്രസ് കൺട്രോൾ ടി. കൺട്രോൾ ടി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ക്രിയേറ്റ് ടേബിൾ ഡയലോഗ് ബോക്സ് വരും. അത് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഡാറ്റ സെറ്റ് ഒരു ടേബിളായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡിസൈൻ ടാബ് ആക്ടിവേറ്റ് ആകുന്നുണ്ട്. ഡിസൈൻ ടാബിൽ ഒരുപാട് ഫോർമാറ്റിംഗ് സ്റ്റൈലുകളുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റൈൽ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്ത് നമ്മുടെ ഡാറ്റ സെറ്റ് ഫോർമാറ്റ് ചെയ്യാം. ഒപ്പം നമ്മൾ മുമ്പ് ട്രൈ ചെയ്ത ഓട്ടോ ഫിൽറ്ററും ഇതിൻ്റെ കൂടെ ടേബിൾസിനൊപ്പം ആഡായി വന്നിട്ടുണ്ട്. ടേബിളിൻ്റെ പാനലിൽ ഡിസൈൻ പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ആഡ് ടോട്ടൽ റോ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. ടോട്ടൽ റോ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ടോട്ടൽ ചെയ്യാവുന്ന റോയിൽ കോളങ്ങളിലെല്ലാം ഒരു ടോട്ടൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കോളം ഇപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഡാറ്റ സെറ്റിലേക്ക് നമുക്ക് പുതിയൊരു കോളം നമ്മൾ ആഡ് ചെയ്യുവാണ്. പുതിയൊരു കോളം ഫോർ എക്സാമ്പിൾ ഈ കൺസ്യൂമർ നമ്പറിൻ്റെ ഇത് 13 ഡിജിറ്റ് കൺസ്യൂമർ നമ്പറാണ്. ഇതിനകത്ത് നിന്ന് കൺസ്യൂമർ നമ്പർ മാത്രം അവസാനത്തെ 5 ഡിജിറ്റ് മാത്രം ഇപ്പുറത്തെ കോളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാനൊരു കോളം അവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് CNO എന്ന് കൊടുത്തു. നമ്മൾ CNO എന്നൊരു കോളം ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ആ ടേബിളിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞു. ആ ഫോർമാറ്റിംഗ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കോപ്പി ചെയ്ത് വന്നു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഒരു ഫോർമുല കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഈക്വൽ റൈറ്റ് ഓഫ് കൺസ്യൂമർ നമ്പറിൻ്റെ അവസാനത്തെ 5 അക്കങ്ങൾ ഞാൻ അങ്ങോട്ട് കോപ്പി ചെയ്ത് മാറ്റുകയാണ്. ഫോർമുല കൊടുത്തു കണ്ടോ. ആ ഫോർമുല ഇൻസേർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് താഴെ എല്ലാ കോളത്തിലേക്കും വന്നു. നമുക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ഫിൽ ഹാൻഡിൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും വന്നില്ല. ഇതാണ് ടേബിൾ എന്നുള്ളൊരു ഓപ്ഷൻ. ഇനി എപ്പോഴെങ്കിലും നമ്മുടെ ടേബിൾ ഓപ്ഷൻ നമുക്ക് വേണ്ട, നമുക്ക് തിരിച്ച് നമ്മുടെ ഡാറ്റ സെറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളിൻ്റെ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു റേഞ്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിൾ ഓപ്ഷൻസ് എല്ലാം പോയി ഇത് പഴയതുപോലെ റേഞ്ചായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് മികച്ച രീതിയിൽ ഫോർമാറ്റ് ചെയ്യാനും ഫോർമുലാസ് ആഡ് ചെയ്യാനും ഒക്കെ എളുപ്പം ഉള്ള ഒരു ഓപ്ഷനാണ് ഷോർട്ട് കട്ട് കൺട്രോൾ ടി. മൂന്നാമത്തെ ഷോർട്ട് കട്ട് നമ്മൾ നാവിഗേഷൻ കീസാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു ഡാറ്റ സെറ്റിൻ്റെ വളരെ ഇപ്പം
നമ്മൾ അരിയറിൻ്റെ കോളത്തിൽ നിൽക്കുകയാണ്. ഈ അരിയർ കോളത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് കോളത്തിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്യാം. വളരെ പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് കോളത്തിലേക്ക് നമ്മൾ വന്നു. തിരിച്ച് ഏറ്റവും ആദ്യത്തെ കോളത്തിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ അപ്പ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ആദ്യത്തെ കോളത്തിലേക്ക് മൂവ് ചെയ്യും. കൺട്രോൾ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളത്തിലേക്ക് മൂവ് ചെയ്യും. കൺട്രോൾ റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റാ സെറ്റിൻ്റെ ലാസ്റ്റ് കോളത്തിലേക്ക് മൂവ് ചെയ്യും. വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങോട്ട് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് മൂവ് ചെയ്യാനുള്ള ഡാറ്റാ സെറ്റിൻ്റെ തുടക്കത്തിലേക്കോ അവസാനത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകളാണ് കൺട്രോൾ നാവിഗേഷൻ കീസ്. നമുക്ക് ഒരു ഡാറ്റാ സെറ്റിൻ്റെ ആദ്യത്തെ കോളത്തിലേക്കോ അവസാനത്തെ കോളത്തിലേക്കോ ആദ്യത്തെ റോയിലേക്കോ അവസാനത്തെ റോയിലേക്കോ ഒക്കെ നമുക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കും. ക്വിക്ക് നാവിഗേഷൻസ് ആണ് കൺട്രോൾ പ്ലസ് നാവിഗേഷൻ കീസ്, കൺട്രോൾ പ്ലസ് ആരോ കീസ്. നെക്സ്റ്റ് ഷോർട്ട് കട്ട് എക്സ്റ്റെൻഡഡ് സെലക്ഷൻ ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ, നമ്മൾ സാധാരണ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കൺസ്യൂമർ നമ്പറിൻ്റെ കോളം മൊത്തം എനിക്ക് ഒരുമിച്ച് വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോളത്തിൻ്റെ ലാസ്റ്റ് കോളത്തിലേക്ക് മൂവ് ചെയ്യാം. ആ സെലക്ഷനും കൂടെ ആയി സെലക്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് താഴത്തേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് എന്ത് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ ആ ഒരു കോളം മൊത്തം താഴെ ആ ഡാറ്റ എത്ര റേഞ്ച് ഉണ്ട് അത്രയും റേഞ്ചിലുള്ള സെൽസ് മൊത്തം സെലക്ട് ആവും. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. അതുപോലെ തന്നെ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു റോ നമ്മുടെ ഡാറ്റ സെറ്റിലുള്ള ആ ഒരു റേഞ്ചിലുള്ള ആ ഒരു റോ കംപ്ലീറ്റ് സെലക്ട് ആവും. ഇത് തിരിച്ച് നമുക്ക് ട്രൈ ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് അപ്പ് ആരോ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിൽ നിന്ന് മുകളിലേക്കുള്ള സെൽസ് എല്ലാം സെലക്ട് ആവും. അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് കൺട്രോൾ ഷിഫ്റ്റ് അപ്പ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് മുകളിലേക്ക്, ഇവിടുന്ന് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് താഴത്തേക്ക്, ഇവിടുന്ന് കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക്, കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലേക്ക്. ഇതെല്ലാം ഒരു ഡാറ്റാ സെറ്റിൻ്റെ ഒരു റേഞ്ച് കറണ്ട് റീജിയണിൽ മാത്രം നിൽക്കുന്ന ഒരു ഇതാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഡാറ്റാ സെറ്റിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് കൺട്രോൾ ഹോം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം A1 എന്നുള്ള സെല്ലിലേക്ക് നമ്മൾ സെലക്ഷൻ പോകും. 4 ക്വിക്ക് സെലക്ഷൻ കമാൻഡുകളാണ്. നെക്സ്റ്റ് ഫോർമാറ്റ് സെൽസ്. ഒരു ഫോർമാറ്റ് സെൽസ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കോളം ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ആ കോളം നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ 1 പ്രസ് ചെയ്യുക. പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ 1 പ്രസ് ചെയ്യുക. ന്യൂമറിക് റോയിൽ 1 പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമാറ്റ് സെൽസിൻ്റെ ഡയലോഗ് ബോക്സ് കിട്ടും. നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റ് അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ക്വിക്കായിട്ട് നമുക്കൊരു സെല്ല് ഒരു റേഞ്ച് ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. ഷോർട്ട് കട്ട് കൺട്രോൾ 1. നെക്സ്റ്റ് ഓട്ടോമാറ്റിക് സം. നമുക്ക് ഈ ഒരു ടോട്ടൽ അരിയറിൻ്റെ ഈ ഒരു കോളത്തിൻ്റെ ടോട്ടൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇവിടെ ഓട്ടോ സം എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിന് പകരം നമുക്ക് വളരെ എളുപ്പത്തിൽ ഷോർട്ട് കട്ട് വഴി നമുക്കൊരു ഫംഗ്ഷൻ ഇൻസെർട്ട് ചെയ്യാം. ലാസ്റ്റ് കോളം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അൾട്ട് പ്ലസ് ഈക്വൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ സമ്മിൻ്റെ ഫോർമുല സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ജസ്റ്റ് പ്രസ് എൻ്റർ ടു കംപ്ലീറ്റ് ദ ഫോർമുല. ആ ഫോർമുല സം നമുക്ക് അവിടെ ആഡ് ചെയ്ത് കിട്ടും. ഏതെങ്കിലും ഒരു കോളം നമ്മൾ ആഡ് ചെയ്യില്ല, ആ റേഞ്ച് സിസ്റ്റം തനിയെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടെയാണ് നമ്മുടെ സെല്ല് നിൽക്കുന്നത്, ഇവിടെ ഒരു നമ്പർ കൂടെയുണ്ട്. ഇവിടെ വെച്ച് ഞാൻ അൾട്ട് പ്ലസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലുള്ള 2 സെല്ല് പ്രസ് ചെയ്ത് നമുക്ക് അതിൻ്റെ സം അവിടെ കിട്ടും. ഏത് സെല്ലാണ് എടുക്കുന്നത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഞ്ച് സിസ്റ്റം തനിയെ സെലക്ട് ചെയ്ത് ആ ഫോർമുല കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് സം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഷോർട്ട് കട്ട് അൾട്ട് പ്ലസ് ഈക്വൽ. നെക്സ്റ്റ് ഇൻസേർട്ട് എ ന്യൂ ലൈൻ ഇൻ എ സെൽ. ഒരു സെല്ലിൽ പുതിയൊരു ലൈൻ ഇൻസേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ ഒരു ലൈനിൽ മൾട്ടിപ്പിൾ ലൈൻസ് ആക്കുന്നത്, ഇപ്പം ഈ ഒരു കോളം ഇതിൽ മൾട്ടിപ്പിൾ ലൈൻസ് ആക്കുന്നത് നമ്മൾ റാപ്പ് എനേബിൾ ചെയ്തിട്ടാണ്. റാപ്പ് എനേബിൾ ചെയ്യുമ്പോൾ അത് 2 ലൈനായിട്ട് വന്നു. നമുക്ക് മാനുവലായിട്ട് ഇതിനകത്തൊരു പുതിയ ലൈൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജംഗ്ഷൻ എന്നുള്ളത് അടുത്ത ലൈനിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴ്സർ ലൊക്കേറ്റ് ചെയ്യുക, പ്രസ് അൾട്ട് എൻ്റർ. നമുക്ക് മാനുവലായിട്ട് ഒരു സെല്ലിൽ പുതിയൊരു ലൈന് ആഡ് ചെയ്യാം. അൾട്ട് എൻ്റർ. സിസ്റ്റത്തിൻ്റെ റാപ്പ് കൂടാതെ മാനുവലായിട്ട് ഒരു സെല്ലിലെ കണ്ടൻറ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അൾട്ട് എൻ്റർ പ്രസ് ചെയ്യാം. ഏതെങ്കിലും ഒരു സെല്ല് റാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ സെലക്ട് ചെയ്യുക, കഴ്സർ ലൊക്കേറ്റ് ചെയ്യുക, ഓൾട്ട് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും ആ സെല്ലിലെ കണ്ടൻറ്റ് മൾട്ടിപ്പിൾ ലൈൻസ് ആയിട്ട് നമുക്ക് റാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഷോർട്ട് കട്ട് ഓർത്ത് വയ്ക്കുക, അൾട്ട് എൻ്റർ. അടുത്ത ഷോർട്ട് കട്ട് സെലക്ട് കറണ്ട് റീജിയൻ ആണ്. നമുക്കിവിടെ 2 ഡിഫറെൻറ്റ് ഡാറ്റ സെറ്റ് ഉണ്ട്. അതായത് ഇതൊരു റീജിയൻ ആണ്.
ഇവിടെ മറ്റൊരു ഡാറ്റ സെറ്റ് ഉണ്ട്, ഇത് റീജിയൻ ആണ്. നമുക്ക് കറണ്ട് ഡാറ്റ സെറ്റ് ഫുൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ കഴ്സർ നിൽക്കുന്ന ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോളം ഉൾപ്പെട്ട ഡാറ്റ സെറ്റ് സെലക്ട് ചെയ്യാൻ സിംപ്ലി പ്രസ് കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറണ്ട് ഡാറ്റ സെറ്റ്, ഇപ്പോൾ ഈ ഡാറ്റ സെറ്റ് കംപ്ലീറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ സെറ്റിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എ പ്രസ് ചെയ്യാം. ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക, പ്രസ് കൺട്രോൾ എ. ഒരു ഡാറ്റ സെറ്റ് കറണ്ട് റീജിയൻ ഉള്ള മുഴുവൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ എ ഉപയോഗിക്കുന്നത്. സെലക്ട് കറണ്ട് റീജിയൻ, കൺട്രോൾ എ. അടുത്തത് ഹൈലൈറ്റ് റോ ഓർ കോളം. ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം ഹൈലൈറ്റ്. നമ്മുടെ ഈ ഡാറ്റ സെറ്റിൽ കുറേ റോസും കുറേ കോളംസും ഉണ്ട്. നമുക്കൊരു റോ മൊത്തം ഇതുപോലെ ഇങ്ങനെ ഇത്രയും റോ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു കോളം മൊത്തം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹൈലൈറ്റ് കോളം സെലക്ട് ചെയ്യാനായിട്ട് ഈ ഒരു കോളം മൊത്തം, ഇപ്പോൾ ഈ ഒരു കോളം മൊത്തം എനിക്ക് ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കോളം മൊത്തം സെലക്ട് ചെയ്യണം. സാധാരണ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്യാറാണ് പതിവ്. പക്ഷേ ലാർജ് ഡാറ്റ സെറ്റ് ആണെങ്കിൽ സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ഡാറ്റ സെറ്റിലുള്ള മുഴുവൻ കോളങ്ങളും സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്യാം. കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ സെറ്റിലുള്ള എൻ്റയർ കോളംസ് ഒരുമിച്ച് സെലക്ട് ആവും. ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ കൺട്രോൾ 1 പ്രസ് ചെയ്യാം. കൺട്രോൾ 1 പ്രസ് ചെയ്ത് നമ്പർ ഫോർമാറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇങ്ങനെ ക്വിക്കായിട്ട് ഫോർമാറ്റ് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കോളം മൊത്തം സെലക്ട് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ആ കോളം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്യുക. ആ നമ്മുടെ ഡാറ്റ സെറ്റിലുള്ള എൻ്റയർ കോളം ഓർക്കുക, ഇത് മൊത്തം കോളങ്ങളും സെലക്ട് ആവും. നമ്മുടെ ഡാറ്റ സെറ്റിൽ ആ ഒരു G എന്നുള്ള കോളം മൊത്തം സെലക്ട് ആവും. അതുപോലെ തന്നെ ഒരു റോ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിന് നമ്മൾ ഷിഫ്റ്റ് സ്പേസ് ആണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു സെല്ല്, ഏതെങ്കിലും ഒരു ഡാറ്റ സെറ്റിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷിഫ്റ്റ് സ്പേസ് പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റോ മൊത്തം ഹൈലൈറ്റ് ആവുന്നതാണ്. അപ്പം റോ ഹൈലൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോളം ഹൈലൈറ്റ് ചെയ്യാനാണെങ്കിൽ കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്യുക. റോ ഹൈലൈറ്റ് ചെയ്യാനാണെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഷോർട്ട് കട്ട് ഓർത്ത് വയ്ക്കുക, കൺട്രോൾ സ്പേസ് ഷിഫ്റ്റ് സ്പേസ്. പത്താമത് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ അവസാനത്തെ ഷോർട്ട് കട്ട് ഇൻസേർട്ട് റോ ആൻഡ് കോളം. നമ്മൾ ഒരു ഡാറ്റ സെറ്റിനകത്തേക്ക് പുതിയൊരു റോയോ പുതിയൊരു കോളമോ ഇൻസേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ പഠിച്ചതിനകത്ത് 2 ഷോർട്ട് കട്ടുകൾ നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആദ്യം ഒരു റോ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ ഇൻസേർട്ട് ചെയ്യേണ്ട കോളം ഏത് കോളത്തിന് മുമ്പാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ഇൻസേർട്ട് കോളം ഹൈലൈറ്റ് ചെയ്യുക. കോളം ഹൈലൈറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോളം ഹൈലൈറ്റ് ആവും. ഇതിൻ്റെ മുമ്പിൽ പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് ഇൻസേർട്ട് ചെയ്യുക. പുതിയ കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്യുമ്പോൾ പുതിയൊരു കോളം അവിടെ ഇൻസേർട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. കൺട്രോൾ ഷിഫ്റ്റ് സ്പേസ്. ഒരു റോ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഒരു റോ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഒരു റോ ഹൈലൈറ്റ് ചെയ്തു. ഇനി പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്യുക. കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്തപ്പോൾ ഒരു റോ അതിനകത്ത് കൂടുതലായി വന്നിട്ടുണ്ട്. കോളമാണ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ കോളം ഹൈലൈറ്റ് ചെയ്യുക. കോളം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്യുക, കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത കോളം ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ കൺട്രോൾ മൈനസ് പ്രസ് ചെയ്താൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ കോളം ഡിലീറ്റ് ആവും. ഇത്രയും ഷോർട്ട് കട്ടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രസ് ചെയ്തത്. നമ്മളിപ്പോൾ 10 വ്യത്യസ്ത ഷോർട്ട് കട്ടുകൾ നമ്മൾ ട്രൈ ചെയ്തു. ഒന്നാമത്തെ ഷോർട്ട് കട്ടിൽ നമ്മൾ ട്രൈ ചെയ്തത് കൺട്രോൾ ഷിഫ്റ്റ് എല്ലാണ്. ഓട്ടോ ഫിൽറ്ററാണ്. ഫിൽറ്ററുകൾ ആഡ് ചെയ്യും. ഫിൽറ്ററുകൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഡാറ്റ സെറ്റ് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കാണാൻ സഹായിക്കും. ഷിഫ്റ്റ് കൺട്രോൾ എല്ലാണ് ഷോർട്ട് കട്ട്. ഇതൊരു ടോഗിൾ ഷോർട്ട് കട്ടാണ്. ഷിഫ്റ്റ് കൺട്രോൾ ഒരിക്കൽ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഓട്ടോ ഫിൽറ്റർ റിമൂവ് ആകുന്നതാണ്. രണ്ടാമത്തെ ഷോർട്ട് കട്ട് കൺവേർട്ട് ടു ടേബിൾ ആണ്. നമ്മുടെ ഡാറ്റ സെറ്റിനെ ഒരു ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യും. ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ഫോർമുല അഡ്വാൻറ്റേജസുകളുണ്ട്. ടേബിളിനെ നമ്മുടെ റേഞ്ചിനെ ഒരു ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ T പ്രസ് ചെയ്യാം. മൂന്നാമത് നമ്മൾ നോക്കിയത് നാവിഗേഷൻ കീസ് ആണ്. ഒരു ഡാറ്റ സെറ്റിലെ ക്വിക്കായി നാവിഗേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് ആരോ കീസ് ഉപയോഗിക്കുക. കൺട്രോൾ ഡൗൺ ജംപ് ടു ദ ലാസ്റ്റ് കോളം, കൺട്രോൾ റൈറ്റ് ജംപ് ടു ദ റൈറ്റ് കോളം, കൺട്രോൾ ലെഫ്റ്റ് arrow key jump to the first column of the row, control up jump to the first column of the first row. ഇത്രയും നാവിഗേഷൻ കീസാണ് നമ്മൾ നോക്കിയത്. ഈ നാവിഗേഷൻ കീസിനോടൊപ്പം തന്നെ
എക്സ്റ്റെൻഡ് സെലക്ഷൻ കൂടെ നമുക്ക് അറിയാം. ഷിഫ്റ്റ് കീയും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കൺട്രോൾ നാവിഗേഷൻ കീയുടെ കൂടെ ഷിഫ്റ്റ് കീയും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പം ഹൈലൈറ്റ് ഒരു ഏതെങ്കിലും ഡാറ്റാ സെറ്റിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളം സെലക്ട് ആവും. ഷിഫ്റ്റ് കൺട്രോൾ അപ്പ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിൻ്റെ മുകളിലേക്കുള്ള കോളംസ് സെലക്ട് ആവും. ഷിഫ്റ്റ് കൺട്രോൾ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്ന ലെഫ്റ്റിലേക്ക്, ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലേക്കുള്ള കോളംസ് എല്ലാം സെലക്ട് ആവും. നാവിഗേഷൻ കീസും ഒപ്പം എക്സ്റ്റെൻഡഡ് സെലക്ഷനും. ഇനി ഫോർമാറ്റ് സെൽസ് ആണ്. നമ്പർ ഫോർമാറ്റ് ഏതെങ്കിലും ഒരു ഫോർമാറ്റ് സെൽസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോളം സെലക്ട് ചെയ്യുക. കോളം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ 1 പ്രസ് ചെയ്യുക. കൺട്രോൾ 1 പ്രസ് ചെയ്യുമ്പോൾ ഫോർമാറ്റ് ഡയലോഗ് ബോക്സ് കിട്ടും. അതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റുകൾ സെലക്ട് ചെയ്യാം, അപ്ലൈ ചെയ്യാം. കൺട്രോൾ 1 ഷോർട്ട് കട്ട് കീ ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ഓട്ടോമാറ്റിക് സം ആണ് ട്രൈ ചെയ്തത്. ഓട്ടോമാറ്റിക് സം ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയത് അൾട്ട് പ്ലസ് ഈക്വൽ ആണ്. അൾട്ട് പ്ലസ് ഈക്വൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിൽ ഒരു ഓട്ടോസം ഫോർമുല സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ ഫോർമുല ഇവാലുവേറ്റ് ചെയ്യും. ഓട്ടോസം ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ലിൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ ഉള്ള സെല്ലുകളുടെ റേഞ്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ന്യൂ ലൈനിനെ ഒരു സെല്ലിൽ പുതിയൊരു ലൈൻ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സെല്ലിൽ പുതിയൊരു ലൈൻ ഇൻസേർട്ട് ചെയ്യാനായിട്ട് അൾട്ട് പ്ലസ് എൻ്റർ പ്രസ് ചെയ്യുക. നോർമലി നമ്മൾ മൾട്ടിപ്പിൾ ലൈൻസ് സെല്ലുകളിൽ ടൈപ്പ് ചെയ്യാറില്ല. നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം റാപ്പ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം തനിയെ ആ സെല്ലിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് കണ്ടന്റ് റാപ്പ് ചെയ്യാറാണ് പതിവ്. മാനുവലായിട്ട് റാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾട്ട് എൻ്റർ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ സെലക്ട് കറണ്ട് റീജിയൻ പ്രസ് കൺട്രോൾ എ. ഒരു ഡാറ്റാ സെറ്റിൽ മൾട്ടിപ്പിൾ റീജിയൻസ് ഉള്ളൊരു ഷീറ്റ് ആണെങ്കിൽ, ഒരു ഷീറ്റിൽ കുറേ ഡാറ്റാ സെറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡാറ്റാ സെറ്റുകൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ എ സെലക്ട് ചെയ്യുക. ആ ഡാറ്റാ സെറ്റിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്റ്റീവ് ഡാറ്റാ സെറ്റ് സെലക്ട് ആവുന്നതാണ്. ആക്റ്റീവ് ഡാറ്റാ സെറ്റിൻ്റെ കറണ്ട് റീജിയൻ സെലക്ട് ആവുന്നതാണ്. നെക്സ്റ്റ് ഹൈലൈറ്റ് കോളം, ഹൈലൈറ്റ് റോ. ഒരു കോളം മുഴുവൻ സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്യുക. ഒരു റോ മൊത്തം സെലക്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് സ്പേസ് പ്രസ് ചെയ്യുക. കോളം ഇൻസേർട്ട് ചെയ്യുക, കോളം റോ ഇൻസേർട്ട് ചെയ്യുക. ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം ഇൻസേർട്ട് ചെയ്യുന്നതിന് ആദ്യം തന്നെ നമ്മൾ ഒരു കോളം ഹൈലൈറ്റ് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്യുക. ഹൈലൈറ്റ് ചെയ്ത കോളത്തിൻ്റെ ലെഫ്റ്റിൽ ഒരു പുതിയ കോളം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്യുക. ഒരു റോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റോ ഹൈലൈറ്റ് ചെയ്യുക, അതിനുശേഷം കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഷോർട്ട് കട്ട്സുകളാണ് ചെയ്തത്. ഈ ഷോർട്ട് കട്ട്സ് നിങ്ങളുടെ ഡേ ടു ഡേ എക്സൽ ഉപയോഗത്തിൽ വളരെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നമസ്കാരം.